ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ, രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമ പരുഷവാക്യം. സീതയോട് പരുഷമായി രാമൻ സംസാരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ കേൾക്കാൻ പോകുന്നത്. രാവണവധത്തിന് ശേഷം രാമൻ വിഭീഷണനെ ലങ്കയിലെ രാജാവായി വാഴിച്ചു. വാർത്തകളെല്ലാം സീതയെ അറിയിക്കാനായി ഹനുമാനെ ലങ്കയിലേക്ക് പറഞ്ഞയച്ചു. ഈ പ്രിയവാർത്ത സീതയെ അറിയിച്ച് പ്രതിസന്ദേശവും വാങ്ങി തിരിച്ചു വരാനാണ് ഹനുമാനോട് രാമൻ പറഞ്ഞത്. ഹനുമാൻ ഇതെല്ലാം സീതയെ ചെന്നറിയിച്ചു. അതെല്ലാം കേട്ട് സീത ഈ വാർത്തകളെല്ലാം കേട്ട് അത്യധികം സന്തോഷിച്ചു. ഞാൻ ഉടനെ തന്നെ ഭർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന സീതയുടെ പ്രതിസന്ദേശം അതായത് മറുപടിയുമായി ഹനുമാൻ ശ്രീരാമന്റെ സമീപത്ത് എത്തി തിരിച്ച്. പിന്നീട് രാമൻ വിഭീഷണനോട് പറയാണ്, സീതയെ സ്നാനം ചെയ്യിച്ച് ആടയാഭരണങ്ങൾ അണിയിച്ച് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വിഭീഷണനെ നിയോഗിച്ചു. വിഭീഷണൻ അത് പ്രകാരം രാക്ഷസ സ്ത്രീകളെ കൊണ്ട് സീതയെ സ്നാനം ചെയ്യിച്ച് ആടയാഭരണങ്ങളെല്ലാം അണിയിച്ച് നല്ലൊരു പല്ലക്കിൽ കയറ്റി ശ്രീരാമന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു. താൻ വന്നതറിഞ്ഞിട്ടും വിചാരത്തിൽ മുഴുകിയിരിക്കുന്ന മഹാത്മാവായ രാമനെ സമീപിച്ച് വിഭീഷണൻ വണങ്ങി ആഹ്ലാദത്തോടെ വൈദേഹി വന്നിരിക്കുന്ന വിവരം അറിയിച്ചു. രാക്ഷസഗൃഹത്തിൽ ഏറെ നാൾ വസിച്ചിരുന്നതുകൊണ്ട് സീത കുറെ കാലം രാക്ഷസന്റെ ഗൃഹത്തിൽ വസിച്ചിരുന്നവൾ വന്നത് കേട്ട് സന്തോഷവും സന്താപവും കോപവും മൂന്നും രാമനിൽ ആവേശിച്ചു. സീതയെ വേഗം എത്തിക്കാനായി വൃക്ഷവാനരന്മാരെ മാറ്റി നിർത്തിയപ്പോൾ രാമൻ വിഭീഷണനോട് നിന്ദാപൂർവം ഇങ്ങനെ പറഞ്ഞു, എന്നെ അനാദരിച്ചുകൊണ്ട് ഈ ജനങ്ങളെ മാറ്റി നിർത്തുന്ന ഈ പ്രവൃത്തി ഉടനെ തടയണം. ഇവരെല്ലാം എൻ്റെ സുജനങ്ങളാണ്. ഈ സീത സുഹൃൽ ജനങ്ങളോടുകൂടിയ എന്നെ കണ്ടുകൊള്ളട്ടെ. ഈ സുഹൃത്തുക്കളോടുകൂടി തന്നെ സീത എന്നെ കാണട്ടെ എന്ന രാമന്റെ വാക്ക് കേട്ട് രാമൻ ഇങ്ങനെ അരുളിയപ്പോൾ ആലോചനയോടെ വിഭീഷണൻ രാമനെ വണങ്ങി സീതയെ രാമന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നു. ലക്ഷ്മണ സുഗ്രീവാദികൾ രാമവാക്യം കേട്ട് ദുഃഖിതരായി. ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനുമൊക്കെ എന്താ ശ്രീരാമൻ ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ച് അവര് കുറച്ച് ദുഃഖമൊക്കെ ഉണ്ടായി അവർക്ക്. ഭാര്യയെ ഒട്ടും ഗൗനിക്കാത്ത മട്ടിൽ കഠോരമായ രാമന്റെ ഭാവചേഷ്ടകൾ കണ്ട് അദ്ദേഹത്തിന് സീതയോട് അല്പം അപ്രീതിയുള്ളതായി അവർ ഊഹിച്ചു. അവർക്കങ്ങനെ തോന്നി. സീത ലജ്ജ മൂലം വസ്ത്രം കൊണ്ട് മുഖം മറച്ച് ഭർത്താവിന്റെ അടുത്ത് ചെന്ന് ആര്യപുത്ര എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. പതിവ്രതയും അതിസൗമ്യവദനയുമായ സീത ഭർത്താവിന്റെ മുഖത്തേക്ക് വിസ്മയിച്ചും ഹർഷത്തോടെയും സ്നേഹപൂർവവും ഉറ്റുനോക്കി. ആ ശ്രീരാമന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി സന്തോഷത്തോടുകൂടി ഏറെ നാളുകളായി കാണാതിരുന്ന കണവന്റെ കാന്തിയാർന്ന മുഖം കണ്ട് മനക്ലേശങ്ങളെല്ലാം നീങ്ങിയ സീത നിർമ്മലമായ മുഖത്തോടെ അവിടെ വിളങ്ങി നിന്നു. വിനയത്തോടെ അടുത്തു നിന്നിരുന്ന മൈഥിലിയെ നോക്കി രാമൻ ഹൃദയാന്തർഗതമായ ക്രോധത്തോടെ പറയാൻ തുടങ്ങി. ക്രോധവും ബാധിച്ചിട്ടുണ്ടല്ലോ അല്പം. ഹൃദയത്തിനുള്ളിലുണ്ട ആ കോപം പുറത്തു ചാടി.
സീതയെ നോക്കിയിട്ട് രാമൻ ക്രോധത്തോടുകൂടി പറയാണ്, പോരിൽ വൈരിയെ വധിച്ച് നിന്നെ ഞാൻ വീണ്ടെടുത്തു. പൗരുഷം കൊണ്ട് ചെയ്യേണ്ടത് ഞാൻ ചെയ്തു തീർത്തു. എൻ്റെ കോപത്തിന് അറുതി വന്നു. ഇന്ന് ധിക്കാരത്തെ വേണ്ട പോലെ ശിക്ഷിച്ചു. അപമാനത്തെയും ശത്രുവിനെയും ഒരേ സമയം ഞാൻ ഇല്ലാതാക്കി. ഇന്നെൻ്റെ പൗരുഷത്തെ ലോകം അറിഞ്ഞു. ഇന്നെൻ്റെ പ്രയത്നവും സഫലമായി. ഇന്ന് പ്രതിജ്ഞ നിറവേറ്റിയതിനാൽ ഞാൻ കൃതാർത്ഥനായിത്തീർന്നു. എന്നിൽ നിന്ന് വേർപെട്ട നിന്നെ ചപലചിത്തനായ രാക്ഷസൻ കൊണ്ടുപോയി. ദൈവം വരുത്തിയ വിപത്തിനെ ഞാൻ മാനുഷം കൊണ്ട് മാച്ചു കളഞ്ഞു. ദൈവം വിധി വരുത്തിയ ഈ വിപത്തിനെ മനുഷ്യനായ ഞാൻ ഇല്ലാതാക്കിയെന്ന് പറയണം. തനിക്ക് നേരിട്ട അപമാനത്തെ പൗരുഷം കൊണ്ട് അകറ്റാതിരിക്കുന്ന പുരുഷന് എന്ത് പുരുഷാർത്ഥമാണുള്ളത്? സമുദ്രം ലംഘിച്ചതും ലങ്ക നശിപ്പിച്ചതുമായ ആ ഹനുമാന്റെ പ്രശംസനീയമായ മഹൽ കർമ്മം ഇന്ന് സഫലമായി. അല്ലേ? ലംഘനം ച സമുദ്രസ്യ ലങ്കായാശ്ചാവമർദ്ദനം സഫലം തസ്യ തൽശ്ലാഘ്യം മഹൽ കർമ്മ ഹനുമത. അതുപോലെ പോരിൽ പരാക്രമം പ്രകടിപ്പിക്കുകയും എനിക്ക് ഹിതകരമായ ഉപദേശം നൽകുകയും ചെയ്ത സേനാസമേതനായ സുഗ്രീവന്റെ പരിശ്രമവും ഇന്ന് സഫലമായി. നിർഗുണനായ ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച് സുമേധയാ എൻ്റെ അടുത്ത് വന്ന ഭക്തനായ വിഭീഷണന്റെ പരിശ്രമവും ഇന്ന് സഫലമായി. ഇങ്ങനെയെല്ലാം ശ്രീരാമൻ പറയാണ്. രാമൻ ഇവിധമെല്ലാം പറയുമ്പോൾ സീത മാൻപേടികയെ പോലെ വിടർന്ന കണ്ണുകളോടെ കണ്ണുനീർ വാർത്തുകൊണ്ട് ശ്രീരാമനെ നോക്കി നിന്നു. കത്തുന്ന തീയിൽ നെയ്യൊഴിച്ചാലെന്ന പോലെ അവളെ നോക്കിക്കൊണ്ടിരുന്ന രാമന് കോപം പൂർവാധികം വർദ്ധിച്ചു. ഇരട്ടിക്കുകയാണ് ചെയ്ത രാമന്റെ കോപം. അദ്ദേഹം പുരികം ചൊളിച്ച് മുഖം വെട്ടിച്ച് നോക്കിക്കൊണ്ട് വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും നടുവിൽ വെച്ച് സീതയോട് പരുഷമായി സംസാരിച്ചു. സീതേ, അമർഷത്താൽ വൈരിയിൽ നിന്നുള്ള അപമാനം ഇല്ലാതാക്കാൻ മനുഷ്യൻ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ഞാൻ ചെയ്തു. ആത്മജ്ഞാനിയായ അഗസ്ത്യമുനി തപസ്സുകൊണ്ട് ദുഷ്പ്രവേശിമായ ദക്ഷിണദിക്കിനെ എന്ന പോലെ ഞാൻ നിന്നെ വീണ്ടെടുത്തു. അഗസ്ത്യമുനി തപസ്സുകൊണ്ട് പ്രാപിക്കാൻ കഴിയാത്ത ആ ദക്ഷിണദിക്കിനെ വീണ്ടെടുത്ത പോലെ ഞാൻ നിന്നെ വീണ്ടെടുത്തു. ഭദ്രേ, ഞാൻ മിത്രങ്ങളുടെ പരാക്രമം കൊണ്ട് തരണം ചെയ്ത ഈ രണപരാക്രമം നിനക്കു വേണ്ടി ചെയ്തതല്ലെന്ന് നീ അറിഞ്ഞുകൊള്ളൂ. ഞാൻ ചെയ്ത ഈ പരാക്രമമൊന്നും നിനക്ക് വേണ്ടിയായിരുന്നില്ല. എന്തിനു വേണ്ടിയാണ്? ഈ ചെയ്തതെല്ലാം പ്രസിദ്ധമായ എൻ്റെ വംശത്തിന് ഉള്ള കളങ്കവും ദുഷ്പേരും വരാതിരിക്കാനും ധർമ്മനിഷ്ഠ സർവദാ പാലിക്കാനും വേണ്ടിയാണ്. എൻ്റെ ധർമ്മനിഷ്ഠ പാലിക്കാൻ വേണ്ടിയും ഇക്ഷ്വാകു വംശത്തിനുള്ള കളങ്കവും ദുഷ്പേരും ഇല്ലാതാക്കാനും വേണ്ടിയാണ് ഞാൻ ഈ പാടുപെട്ടതെല്ലാം. അല്ലാണ്ട് നിന്നെ നേടാൻ വേണ്ടിയല്ല എന്ന് സീതയോട് പറയുകയാണ് രാമൻ. ചാരിത്രം സംശയിക്കപ്പെട്ട് എൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന നീ നേത്രരോഗിക്ക് വിളക്കെന്ന പോലെ എനിക്കൊട്ടും വേണ്ടപ്പെട്ടവളല്ല. നേത്രരോഗിക്ക് വിളക്ക് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അതുപോലെ നിന്നെ എനിക്ക് കിട്ടിയിട്ട് ഇനി യാതൊരു ആവശ്യവുമില്ല ഭദ്രേ. അതുകൊണ്ട് ഞാൻ അനുവാദം നൽകുന്നു. നീ ഇഷ്ടം പോലെ 10 ദിക്കിലേക്ക് എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളൂ. 10 ദിക്കുകളിൽ എവിടേക്ക് വേണമെങ്കിലും നിനക്ക് പോകാം യഥേഷ്ടം. നിന്നെ കൊണ്ട് എനിക്കൊരു കാര്യവുമില്ല എന്ന് രാമൻ തീർത്തു പറഞ്ഞു. കുലജാതനും തേജസ്വിയുമായ ഏതൊരു പുരുഷൻ പരഗൃഹത്തിൽ പാർത്തിരുന്ന സ്ത്രീയെ പിന്നെയും പ്രേമം നിറഞ്ഞ മനസ്സോടെ പരിഗ്രഹിക്കും? രാവണാംഗത്തിൽ വസിച്ച് വീഴ്ച പറ്റിയവളും അവന്റെ ദുഷിച്ച കൺകളാൽ ദർശിക്കപ്പെട്ടവളുമായ നിന്നെ വംശമഹിമ വാഴ്ത്തുന്ന ഞാൻ എങ്ങനെ സ്വീകരിക്കും എന്ന് രാമൻ ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയാണോ ഞാൻ നിന്നെ വീണ്ടെടുത്തത് അത് ഞാൻ നേടിക്കഴിഞ്ഞു. ശത്രുവിനെ ഇല്ലാതാക്കി എൻ്റെ അപമാനവും ഇല്ലാണ്ടാക്കി. എനിക്ക് നിന്നിൽ ആസക്തിയില്ല, യഥേഷ്ടം പൊയ്ക്കൊള്ളൂ എന്ന് സീതയോട് തീർത്തു പറയുകയാണ്. ഞാൻ തീരുമാനിച്ചുറച്ചാണ് ഇങ്ങനെ പറയുന്നത്. ലക്ഷ്മണനിലോ ഭരതനിലോ നീ ഇഷ്ടം പോലെ മനസ്സുറപ്പിച്ചോളൂ. അതായത് ലക്ഷ്മണനെ വേണമെങ്കിലോ ഭരതനെ വേണമെങ്കിലോ നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അതല്ലെങ്കിൽ വാനരേന്ദ്രനായ സുഗ്രീവനെയോ രാക്ഷസേന്ദ്രനായ വിഭീഷണനെയോ ഇഷ്ടം പോലെ ആരെ വേണമെങ്കിലും നിനക്ക് സ്വീകരിക്കാം.
നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്ന് ആ രാമൻ സീതയോട് പരുഷമായി ഇങ്ങനെയൊക്കെ പറഞ്ഞു. രാവണൻ ദിവ്യരൂപയും മനോഹരിയും സ്വഗൃഹത്തിൽ വാഴുന്നവളുമായ നിന്നെ കണ്ടുകൊണ്ട് ഇത്രയും കാലം വെറുതെ ഇരിക്കുമോ ചോദിക്കുകയാണ് രാമൻ. സീതയുടെ ആ ചാരിത്രത്തെ തന്നെ സംശയിക്കുന്ന പോലെയാണ് ആ ഒരു രാമന്റെ സംസാരം. പരുഷമായി ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് സീതയ്ക്ക് അത്യന്തം ദുഃഖമായി. ശ്രീരാമന് ഒരിക്കലും സീതയോട് ഇങ്ങനെ വിശ്വാസക്കുറവോ ഉറപ്പില്ലായോ ഒന്നുമില്ല, അതൊന്നും സ്നേഹമില്ലായോ ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് രാമൻ അങ്ങനെ പറഞ്ഞത് വെച്ചാൽ അതിന്റെ പിന്നിലൊരു ഉദ്ദേശം കാണും. ത്രിലോകങ്ങളിലും പാപസ്പർശമില്ലാത്തവളാണ് സീത എന്ന് രാവണന് ഉറപ്പാണ്. എങ്കിലും രാവണാന്തപുരത്തിൽ കുറെ കാലം വസിച്ചതാണല്ലോ. പരിശോധിക്കാതെ സ്വീകരിച്ചാൽ പിന്നീടത് ആളുകൾക്ക് അപമാനം പറയാനിടയാവും. അതിനുള്ള ഇടവരുത്തരുത്. സീതയുടെ ചാരിത്രം കാത്തുരക്ഷിക്കാൻ വേണ്ടിയാണ് അവളെ പരീക്ഷിച്ച് തന്നെ സ്വീകരിക്കാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞതും ആ സീത അതിനെല്ലാം മറുപടി പറയുന്നതും അഗ്നിയിൽ ചാടുന്നതുമൊക്കെ അതിന് അഗ്നിദേവൻ സീതയെ പരിശുദ്ധയായി തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കഥയാണ്. അതെല്ലാം ശ്രീരാമന് സീതയോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ വിശ്വാസമില്ലാത്തതുകൊണ്ടോ അല്ല. സീത പരിശുദ്ധയാണെന്ന് രാമന് പൂർണ്ണമായിട്ടും അറിയാം. ജനകാത്മജയായ മൈഥിലി അനന്യചിത്തയും ഭക്തയും മൽചിത്താനുവർത്തിനിയുമാണെന്ന് ഞാൻ നല്ല പോലെ അറിയുന്നു എന്ന് രാമൻ പറയാണ്. ത്രിലോകങ്ങളുടെയും വിശ്വാസത്തിന് വേണ്ടിയാണ് ചെന്തിയിൽ ചാടുന്ന സീതയെ പിടിച്ചു നിർത്താതിരുന്നത്, തടയാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി, സീതയെ കളങ്കമില്ലാത്തവളാക്കാൻ വേണ്ടിയാണ് ആ ശ്രീരാമൻ അങ്ങനെ പ്രവർത്തിച്ചത്. അതല്ലാണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് മുൻകൂട്ടി പിന്നീടുള്ള ഭാഗം കൂടി ഞാൻ അതുകൊണ്ട് ഇതിവിടെ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും പ്രിയമായത് മാത്രം കേൾക്കാൻ അർഹയായ മൈഥിലി പ്രിയതമനിൽ നിന്ന് ആ പ്രിയം കേട്ടപ്പോൾ ഗജേന്ദ്രൻ കൈകൊണ്ടൊടിച്ച ഈന്തൽ പോലെ, ആന തുമ്പിക്കൈകൊണ്ടൊടിച്ച ഈന്തൽ പോലെ അത്ര ശബ്ദത്തോടുകൂടി വിറപൂണ്ട ഒട്ടേറെ കണ്ണുനീർ വാർത്ത് പൊട്ടിക്കരഞ്ഞു ആ സീത. ഒന്നും പറയാനില്ല. ശ്രീരാം ഏറെ സന്തോഷിച്ചുകൊണ്ട് വന്നാണ് ഭർത്താവിനെ കാണാനും. കണ്ടു സന്തോഷത്തോടുകൂടി അടുത്തെത്തുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട സീതയ്ക്ക് ജീവിക്കണമെന്നേ ഇല്ല. എങ്ങനെയെങ്കിലും ഭൂമിയിൽ താന്നു പോയാൽ മതിയോ അല്ലെങ്കിൽ മരിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയ സീത. അങ്ങനെയാണ് അതിനെല്ലാം മറുപടി പറയുന്നു. അഗ്നി ഒരുക്കാൻ പറയുന്നു ലക്ഷ്മണനോട്. അഗ്നികുണ്ഡം തീർത്തത് അതിൽ ചാടി സീത തൻ്റെ ചാരിത്രം തെളിയിച്ചു. താൻ പതിപ്രതയാണെന്നുള്ളത് ദേവന്മാരുടെയും എല്ലാ 3 ലോകങ്ങളിലെ എല്ലാ ജനങ്ങളുടെയും മുന്നിൽ വെച്ച സീത തെളിയിപ്പിച്ചു. അതിനുവേണ്ടിയാണ് ശ്രീരാമൻ അങ്ങനെ പറഞ്ഞത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പാശരണം. നാരായണ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.